നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എപ്പോഴും പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് വിശേഷണങ്ങളാണ്, വ്യക്തികളും അവർക്കുള്ള വിശേഷണങ്ങളും. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഒരുപാട് വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ. അപ്പോൾ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ആരാണ്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവോ? ഇന്ത്യൻ അശാന്തിയുടെ പിതാവും ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ ബാലഗംഗാധര തിലകൻ എന്ന് കേട്ടിട്ടില്ലേ? ലോകമാന്യ എന്ന വിശേഷണവും ബാലഗംഗാധര തിലകനാണ്. അതോടൊപ്പം തന്നെ മറാത്ത കേസരി ആരാ? മറാത്ത കേസരിയും ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ബാലഗംഗാധര തിലകന് എന്തെല്ലാം വിശേഷണങ്ങളാണുള്ളത്? പറഞ്ഞേ. അവിഭക്ത ഇന്ത്യയുടെ പിതാവാണ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവാണ്, ലോകമാന്യ, മറാത്ത കേസരി. ഇതെല്ലാം ആരുടെ വിശേഷണങ്ങളാണ്? ബാലഗംഗാധര തിലകിൻ്റെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ലോകമാന്യ, മറാത്ത കേസരി. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്, ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്, മറാത്ത കേസരിയും ബാലഗംഗാധര തിലകനാണ്. അങ്ങനെയാണെങ്കിൽ മഹാമാന്യ ആരാണ്? മഹാമാന്യ എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ളത് മദൻ മോഹൻ മാളവ്യയാണ്. ആരാണ് മഹാമാന്യ? മഹാമാന്യ മദൻ മോഹൻ മാളവ്യ. ആരാണ്? മഹാമാന്യ മദൻ മോഹൻ മാളവ്യ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനോ? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്, ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്, മറാത്ത കേസരി ബാലഗംഗാധര തിലകനാണ്, മഹാമാന്യ ആരാ? മഹാമാന്യ മദൻ മോഹൻ മാളവ്യയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഷഹീദ് ഇ അസം, ആ വിശേഷണം ആർക്കാണുള്ളത്? ഷഹീദ് ഇ അസം എന്ന വിശേഷണം ഭഗത് സിംഗിനാണ്. എന്തുകൊണ്ടാണ് ഭഗത് സിംഗിന് അങ്ങനെ ഒരു വിശേഷണം എന്ന് നോക്കാം നമുക്ക്. ഷഹീദ് ഇ അസം എന്ന് പറയുമ്പോൾ അതൊരു ഉറുദു വാക്കാണ്. ഈ ഉറുദു വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷികളുടെ രാജാവ് അല്ലെങ്കിൽ മഹാനായ രക്തസാക്ഷി എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷഹീദ് ഇ അസം എന്ന വിശേഷണം ഭഗത് സിംഗിന് നൽകുന്നത്, അല്ലേ? ഷഹീദ് ഇ അസം ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭാരതകോകിലം ആരാ? ഭാരതകോകിലം എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ആരാണ്? ഭാരതകോകിലം എന്ന വിശേഷണം സരോജിനി നായിഡുവിനുള്ളതാണ്. പഞ്ചാബ് സിംഹമോ? പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ് ആണ്. ആരാണ് പഞ്ചാബ് സിംഹം? പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ് ആണ്. അപ്പം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്, ഷഹീദ് ഇ അസം ഭഗത് സിംഗ് ആണ്, ഭാരതകോകിലം സരോജിനി നായിഡു ആണ്, പഞ്ചാബ് സിംഹം ആരാ? ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം. പൗനാറിലെ സന്യാസി ആരാണ്? പൗനാറിലെ സന്യാസി വിനോബ ഭാവെയാണ്. ആരാണ്? വിനോബ ഭാവെയാണ് പൗനാറിലെ സന്യാസി. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാ? ദക്ഷിണേശ്വരത്തെ സന്യാസി രാമകൃഷ്ണ പരമഹംസനാണ് കേട്ടോ. ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാണ്? രാമകൃഷ്ണ പരമഹംസനാണ്. പൗനാറിലെ സന്യാസി വിനോബ ഭാവെയാണ്. ബോംബെ സിംഹം ആരാണ്? ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ സിംഹം. ആരാണ് ബോംബെ സിംഹം? ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ സിംഹം. ബംഗാൾ കടുവ ആരാണ്? ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാലാണ്. ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ. ആരാണ് ബംഗാൾ കടുവ? ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെയാണെങ്കിൽ മൈസൂർ കടുവയോ? മൈസൂർ കടുവ ടിപ്പു സുൽത്താനാണല്ലേ. ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാലാണ്, മൈസൂർ കടുവ ടിപ്പു സുൽത്താനാണ്. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത, ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാൽ, മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ് ആണ്. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്തയാണ്. സിംഹങ്ങളെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്, ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത.
രാജാജി എന്ന വിശേഷണം ആർക്കാണ്? രാജാജി എന്ന വിശേഷണം സി രാജഗോപാലാചാരിക്കാണ്. ആരാണ് രാജാജി? രാജാജി സി രാജഗോപാലാചാരിയാണ്.